എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും അച്ചമ്മയും ഒക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ പോവാണ്. അപ്പം അച്ചമ്മയുടെ നാട്ടിലെത്തി അവിടുത്തെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് രേവതി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൽ എത്തുന്ന സമയത്താണെങ്കിലോ അവിടെ പൂ വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോയിട്ട് രേവതി ഓരോ കാര്യങ്ങളും ഒക്കെ ചോദിക്കുക. ചേച്ചി, ഈ പൂവൊക്കെ കിട്ടുന്നത് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണോ? ഇവിടെ വലിയ പാടശേഖരമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പം ആ മോളെ, ഇവിടെ പൂക്കളുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ ഈ പൂക്കളെല്ലാം കളക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി കുറച്ച് പൂവൊക്കെ നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. നാട്ടിൽ ഞങ്ങൾക്കും ഉണ്ടൊരു പൂക്കച്ചവട കട എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും ആ ചേച്ചിയോട് സംസാരിക്കുമ്പം അച്ചമ്മ പറയാണ്, ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് തൊഴുതു വന്നതിന് ശേഷം പറയാം മോളെ, ഇപ്പം മോള് അച്ചമ്മയോടൊപ്പം വാന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ സച്ചിയാണെങ്കിലോ അവിടെ വെള്ളം അടിച്ചിട്ടൊരു ചേട്ടൻ വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര ഉപദേശം. പുള്ളി ഉപദേശിക്കുന്ന ആ ഒരു സമയത്ത് രേവതി ഇതെല്ലാം കണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചേട്ടാ, വെള്ളം അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരാവോ? ഇതൊന്നും ശരിയായ കാര്യങ്ങളൊന്നും അല്ല, ഇതൊരു പൊതുവായ സ്ഥലമല്ലേ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകില്ലേ എന്നൊക്കെ പറയുമ്പം സച്ചിയുടെ ഈ ഒരു വർത്താനമൊക്കെ കേട്ട് അപ്പറേ മാറി നമ്മുടെ രേവതി നിൽക്കുകയാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത്. നല്ല ആളാണ് ഉപദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ സച്ചിയെ നോക്കി കളിയാക്കുമ്പോഴത്തേക്കിനും സച്ചിക്ക് കാര്യം പിടികിട്ടി. എന്നാ ചേട്ടാ, ചേട്ടൻ ചെല്ല് കേട്ടോ, ഞാൻ വന്നേക്കാന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ അച്ചമ്മയുടെ പുറകെ അങ്ങ് പോവുകയാണ്. അങ്ങനെ അവർ ക്ഷേത്രത്തിലെത്തി. അച്ചമ്മയാണെങ്കിലും സച്ചിയുടെയും രേവതിയുടെയും പേരിൽ വഴിപാടും കാര്യങ്ങളും ഒക്കെ എഴുതിക്കുകയാണ്. അപ്പോൾ തിരുമേനി പ്രസാദം കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, സച്ചി മോനെ, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? അച്ചമ്മ പറഞ്ഞറിഞ്ഞായിരുന്നു. എന്താണ് മോനെ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതേ തിരുമേനി, സുഖം തന്നെയാണ്. ഇതാണോ മോൻ്റെ വൈഫെന്ന് ചോദിക്കുമ്പം അതെ, അത് തന്നെയാണെന്നും പറഞ്ഞ് കണ്ടാലേ അറിയാം മഹാലക്ഷ്മി തന്നെയാണ് എന്നും പറഞ്ഞ് രേവതിയെക്കുറിച്ച് തിരുമേനി പുകഴ്ത്തി പറയുകയാണ്. അങ്ങനെ അവർ പ്രസാദമൊക്കെ വാങ്ങി. ആ ഒരു പ്രസാദമാണെങ്കിലോ സച്ചിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രേവതി. അങ്ങനെ അതും കഴിഞ്ഞ് അച്ചമ്മയാണെങ്കിലോ അവിടെ പരിസരം മുഴുവനും ചുറ്റി നടന്ന് കാണിക്കാമെന്നും പറഞ്ഞ് രേവതിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മണി കാണുകയാണ്. അപ്പോൾ ഇത് കണ്ടതും പുള്ളിക്കാരിയാണെങ്കിൽ, അല്ല അച്ചമ്മ, ഈ മണി അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഈ മണി കണ്ടിട്ട് എനിക്ക് അടിക്കാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് അടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പം അതിനെന്താ മോളെ, അത് ചെയ്തോ, ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറയുകയാണ്. അപ്പം അച്ചമ്മയാണെങ്കിൽ അച്ചമ്മയുടെ കൂടെ ഒരു സഹായി ചേച്ചി ഉണ്ടല്ലോ, പുള്ളിക്കാരിയോട് സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ രേവതി ആണെങ്കിൽ എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും ആ മണി അടിക്കാനേ പറ്റുന്നില്ല. പുള്ളിക്കാരി നോക്കുന്നുണ്ട്, പക്ഷേ ചാടി ചാടി അങ്ങനെ നിൽക്കുന്നതല്ലാതെ അത് കൈയെത്തി അടിക്കാൻ പറ്റുന്നില്ല. അപ്പം സച്ചിയാണെങ്കിലോ ഇവളിതെന്തായി കാണിക്കുന്നതെന്ന് വിചാരിച്ച് അവനിങ്ങനെ നോക്കി നിൽക്കുമ്പം, മോനെ, അവൾ കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കണ്ടില്ലേ, അവളെ ഒന്ന് എടുത്ത് ഉയർത്തിയാൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ച് അച്ചമ്മ ഇങ്ങനെ സംസാരിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, അയ്യേ, അവളെ ഞാനെടുത്ത് ഉയർത്താനോ? എൻ്റെ അച്ചമ്മേ, അവൾക്ക് നല്ല വെയിറ്റാ, അവൾ നല്ല ഗുണ്ടാ, കണ്ടില്ലേ, ഏത് നേരം അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കും, അതുകൊണ്ട് അവളെ എടുത്ത് പൊക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പം, മോനേടാ, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്നതാണ്, ഇവിടെ വരുമ്പോഴത്തേക്കിനും വധുവും വരനും ഒരുപോലെ തന്നെ മണി അടിക്കണം എന്നുള്ള കാര്യം മുത്തശ്ശി ഒരു ചടങ്ങ് പോലെ പറയുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ ഇതൊക്കെ ഉള്ളതാണോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. മോനെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ പറയുന്നുണ്ട്, അതെപ്പോഴാണ് അങ്ങനെയുള്ളൊരു സിസ്റ്റം, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ചേച്ചി എന്നും പറയുമ്പം, ദേ, നീ ഇനി അധിക നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയോട് പറഞ്ഞു തരുമെന്നും പറഞ്ഞ് പുള്ളിക്കാരനെ അച്ഛൻ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ രേവതി ആണെങ്കിൽ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു കസേര എടുത്തു കൊടുക്കാം, അതാകുമ്പോൾ അതുമ്പോൾ കയറി നിന്ന് അടിച്ചാൽ മതിയല്ലോ. മോനെ, നിന്നോട് ഞാൻ പറഞ്ഞു അവളെ ഒന്ന് എടുത്ത് ഉയർത്തടാ. അപ്പം എന്ത് ചെയ്ത സച്ചിയാണെങ്കിൽ രേവതിയെ എടുത്ത് പൊക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും അച്ചമ്മ കൂട്ടുകാരിയും കൂട്ടി ഒരു പ്ലാൻ അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പം ആ ചേച്ചിയോട് പറയുന്നുണ്ട്, അതെ, ഞാനൊരു ഐഡിയ ഇപ്പോൾ ഇടും, നീ അതിൻ്റെ ഒപ്പം എന്നോടൊപ്പം നിന്നോണോട്ടോ, ഒരു കാരണം വെച്ചാലും പിടിവിട്ടു പോകരുതെന്ന് പറയുമ്പം അതൊക്കെ ഞാൻ ഏറ്റു, എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറയുമ്പം അച്ചമ്മയാണെങ്കിൽ ഈ ചേച്ചിയോട് കൂടി പൊരിഞ്ഞ വഴക്കിടുന്ന രീതിയിൽ അഭിനയിക്കുകയാണ്. അപ്പം സച്ചി ആണെങ്കിലോ, ചേടാ, ഇവർ ഇത്ര നേരം നല്ല കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിന്നേച്ചാണല്ലോ, ഇപ്പം ഇതെന്ത് പറ്റി, രണ്ടുപേരും തമ്മിൽ ഉടക്കിയോന്ന് ഓർത്ത് അവരുടെ പറ്റേ പോയി നിൽക്കുമ്പോഴാണ് ആശാന് കാര്യം പിടികിട്ടുന്നത്. അതെ, എൻ്റെ കൊച്ചുമോനെ, അവളെയൊക്കെ നിസ്സാരമായിട്ടൊക്കെ എടുത്തു പൊക്കും. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ എന്തിനാ ഇല്ലാവല്ലായികയൊക്കെ പറയുന്നത്, ഇവൻ വെറും ഈ ഒരു ഗുണ്ട്, ഈ ഒരു തടി സ്വഭാവമൊക്കെ മാത്രമേ ഉള്ളൂ, അവൻ ഇത്ര കണ്ട് വെയിറ്റ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ലെന്നേ, പറ്റിയിരുന്നെങ്കിൽ ഇപ്പതാ
രേവതി കൊച്ചിനെ പുഷ്പം പോലെ എടുത്ത് പൊക്കുകയല്ലായിരുന്നോ? അതെ, നീ ഇത് കേൾക്കുന്നുണ്ടോ സച്ചി എന്നും പറഞ്ഞ് മുത്തശ്ശി കള്ളക്കണ്ണുനീര് ഒഴുക്കുമ്പം മുത്തശ്ശിക്ക് വേണ്ടി ഈ സച്ചി അത് ചെയ്തിരിക്കുമെന്നും പറഞ്ഞ് രേവതി എടുത്തങ്ങ് പൊക്കുകയാണ്. പൊക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ രേവതി ഇത് പ്രതീക്ഷിച്ചില്ല. അമ്പരന്ന് നിൽക്കുകയാണ് പുള്ളിക്കാരി. എന്നാൽ കൂടിയും കിട്ടിയ സമയം അവൾ പാഴാക്കാതെ ആ മണി അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിലോ രേവതി ഒന്ന് നോക്കിയിട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ തന്നെ ഉണ്ടെന്നും പറഞ്ഞു പതുക്കെ ഇങ്ങനെ താഴത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്, ഒരു ഇഷ്ടത്തോടു കൂടിയുള്ളൊരു നോട്ടം. അങ്ങനെ അവരവിടെ ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ അച്ചമ്മ പറയുന്നുണ്ട്, അതെ മോളെ വാ, വേറെയും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ മുത്തശ്ശിയോടൊപ്പം വീണ്ടും നടക്കുന്ന ആ ഒരു സമയത്ത് സച്ചി അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ അങ്ങ് പോവുക കേട്ടോ. അപ്പം മുത്തശ്ശിയോട് രേവതി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എന്ത് ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ, എത്രമാത്രം മനോഹരമായിട്ടുള്ള അമ്പലവും പരിസരവും ഒക്കെയാണ്. അയ്യോ എൻ്റെ അച്ഛമ്മേ, എന്തായാലും എനിക്ക് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞ് നമ്മൾ വലിയ സന്തോഷമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയായിട്ടുള്ള ആ ഒരു ഉടക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ശ്രീ ആണെങ്കിൽ ഒരു ഹോട്ടലിൽ ജോലിക്കും കയറി. അങ്ങനെ അവിടെ വെച്ചൊരു ഫുഡ് ഉണ്ടാക്കിയത് നമ്മുടെ വർഷ കഴിക്കാൻ ഇടവന്നു. വർഷയാണെങ്കിലോ ആ ഫുഡിൻ്റെ ടേസ്റ്റ് കാരണം ഒരു രക്ഷയില്ല. അവൾ ആ ആളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അതെ ഇതുണ്ടാക്കിയ ആളെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, അത്ര കണ്ട നല്ല ഫുഡായിരുന്നു എന്ന് പറയുമ്പം ശ്രീയുടെ നമ്പർ കൊടുക്കുകയാണ്. അങ്ങനെ വർഷ ശ്രീയെ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് വളരെയധികം നല്ല ഫുഡാണ്, പക്ഷെ ഇവൾ അറിയുന്നില്ല കേട്ടോ ഈ ഉടക്ക് നടന്ന ആളെയാണ് താൻ ഈ വിളിച്ച് അഭിനന്ദിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മളെ വീണ്ടും സച്ചിയും രേവതിയും തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും മുത്തശ്ശിയൊക്കെ ആയിട്ട് തിരുമേനിയാണെങ്കിൽ അവിടെ വലിയൊരു പൂജയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അച്ഛമ്മയുടെ കൂടെ നടക്കുന്ന ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടോ. ഇവർ തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല, മിക്കവാറും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉടക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പം ആ ചേച്ചി പറയുന്നുണ്ട്, അതെ ഇവിടെ അപ്പുറം മാറിയുള്ള ക്ഷേത്രത്തിൽ അവിടെ പോയി ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വിഷയമൊക്കെ മാറും. അവിടെ പോയി പൂജ നടത്തിയ എല്ലാവർക്കും നല്ലൊരു ജീവിതം തന്നെയാണ്, അവർ പിന്നീട് ഒരിക്കലും പിരിയാത്ത വിധം അടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അച്ഛമ്മ ആ വഴിക്കൊന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ള തിരുമേനി ചെറിയ പൂജയൊക്കെ ആയിട്ട് അവിടെ കന്യകമാരെ തിരക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ, അതെ ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ എന്നും പറഞ്ഞ് ക്ഷണിക്കുകയാണ്. അപ്പം രേവതി ആണെങ്കിലോ മുമ്പും പിമ്പും നോക്കാണ്ട് ഓടി അങ്ങ് ചെല്ലുക, അതെ ഞാൻ വരാമെന്നും പറഞ്ഞു. പക്ഷെ ഇവള് കല്യാണം കഴിഞ്ഞ കാര്യം അന്നേരം ഓർത്തില്ല. അതുകൊണ്ട് തന്നെ തിരുമേനി പറയുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കാത്തത് കൊണ്ടാണ് മോളിപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കാത്ത കുട്ടികളുടെ കാര്യമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി. അങ്ങനെ അവൾ തിരികെ പോകുമ്പോഴത്തേക്കിനും അച്ചമ്മയ്ക്ക് കാര്യം പിടികിട്ടിട്ടോ. അപ്പോൾ കൂടെയുള്ള ചേച്ചിയും പറയുന്നുണ്ട്, അതെ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ വേണം പിള്ളേരുടെ ഉടക്കൊക്കെ മാറ്റി അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന സമയത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ മുന്നിട്ട് ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പം അച്ചമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്. രവി ഒരു ദിവസം മുഹൂർത്തം കുറിച്ചതും ഇവരുടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയതും, പക്ഷേ അന്ന് ഇവർക്കിടയിൽ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കി അച്ചമ്മ ബുദ്ധിപൂർവ്വം മറ്റൊരു കളി കളിക്കാൻ ഒരുങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്